സർ, ഈ ശത്രുവിന്റെ ശത്രുവില് നമുക്ക് എപ്പോഴും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇറാനില് കഴിഞ്ഞ ദിവസം പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ ആക്സിഡന്റ് ആയി. ഏത് ശത്രുവിന്റെ ശത്രു? പാകിസ്ഥാന്റെ ശത്രുവാണല്ലോ ഇപ്പൊ ഇറാൻ. ഞാനോടത്ത് ഇസ്രായേലിന്റെ ശത്രു ഇറാൻ. അവിടേക്കും കണക്ഷൻസ് ഉണ്ടോ എന്ന് സംശയം വരും ഈ വിഷയത്തില്. അപ്പോ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൂടാതെ അവരുടെ ഫോറിൻ മിനിസ്റ്റർ, പിന്നെ അവരുടെ കൂടെ തന്നെ ഒരു മൗലവി, പിന്നെ കൂടെ അവരുടെ ഒരു ടീം തന്നെ ആക്സിഡന്റിൽ എന്താ പറയാ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അവരുടെ ഒരു ഫൈനാൻഷ്യൽ കോൺട്രാക്റ്റും കൂടി വന്നിട്ടുണ്ട് നമുക്ക് ചബഹാർ പോർട്ടിലേത്. അപ്പോൾ അവിടെയും നമുക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളിലൊരു താല്പര്യമുണ്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം നടക്കുന്ന സ്പെക്യുലേഷൻ കൂടുതലും ആൾക്കാർ ചോദിക്കുന്നത് ഇതിൽ എന്തെങ്കിലും ഒരു കോൺസ്പിറസി ഉണ്ടോ, ഗൂഢാലോചനയാണ് ഉണ്ടോയെന്ന് അറിയാൻ ഒരു താല്പര്യം. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ 2 തരം റിയാക്ഷനാണ് ഈ വിഷയത്തിൽ പറയണത്. ഒന്ന്, അതായത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കൺട്രിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആൾക്കാർ കരയുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരു ഭാഗത്ത് പടക്കം പൊട്ടിച്ച് എൻജോയ് ചെയ്യുന്നുണ്ട്, സെലിബ്രേഷൻസ് ഉണ്ട്, പാട്ടും ഡാൻസും ഇടുന്നുണ്ട്. എക്സൈൽ പുറം നാട്ടിലുള്ള ഇറാനിയൻസും ഉണ്ട്. കൺട്രിയുടെ ഉള്ളിലാണ് ഈ പടക്കം പൊട്ടിക്കൽ മാത്രമായിട്ട് അവർ കാണിക്കുന്നത്. പുറത്തുള്ളവർ ശരിക്കും മുഖവും ഒക്കെ കാണിച്ചിട്ട് പാട്ടും ഡാൻസും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാണ്. അതെനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ആ ഹിജാബ് റെവല്യൂഷനിൽ കുറേ പേരെ പണിഷ് ചെയ്ത് കണ്ണും ജീവനും ഒക്കെ നഷ്ടപ്പെട്ട കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിക്സ്ഡ് റിയാക്ഷനാണ്. അപ്പോൾ വാട്ട് ഇസ് ടിജി's take? ഈ റിയാക്ഷൻസ് ഒക്കെ വിടുക. റിയാക്ഷൻസ് ഓൺ എക്സ്പെക്റ്റഡ് ലൈൻസ്. ഇതിൽ ആദ്യം ഈ ഗൂഢാലോചന തിയറി, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ് ഗൂഢാലോചന. ഒരു ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യില്ല. ആക്സിഡൻ്റാണ്, കഴിഞ്ഞു, കഷ്ടമായിപ്പോയി. അതിൻ്റെ പിന്നൊരു ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടിക്കൂടും. ഈ ഒരു ഗൂഢാലോചന കോംപ്ലക്സ് നമ്മുടെ മലയാളികൾക്ക് അല്പം കൂടുതലാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഞാനും ഒരു മലയാളിയാണ്. അപ്പോൾ അതുകൊണ്ട് ഗൂഢാലോചനയുണ്ടോ എന്നറിയാൻ ഒരു ഇതുണ്ടാവും. അപ്പോൾ ഗൂഢാലോചനയിൽ ആദ്യം സംശയിക്കപ്പെടുന്നത് ഇസ്രായേലാണ്. മൊസാദ് വലിയ ഭീകരന്മാരാണ്, ഇവരാണെന്നൊക്കെ പറയും. അതുകൊണ്ട് ഇസ്രായേൽ എന്ത് ചെയ്തു, അവർ കണ്ടലൻസ് മെസ്സേജിൻ്റെ കൂടെ തന്നെ അവർ പറഞ്ഞു ഞങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ല, ആരും ചോദിക്കാതെ തന്നെ. ഇതിൽ പറഞ്ഞത് കുഴപ്പമാണ്, അവൻ തന്നെയാണ്, അതുകൊണ്ടാണ് അവൻ അല്ല എന്ന് പറയുന്നതൊക്കെ പറഞ്ഞ് തർക്കിക്കാം. ഈ ഗൂഢാലോചന ഒരിക്കലും അവസാനിക്കില്ല കേട്ടോ. ഒരിക്കലും ഈ ഗൂഢാലോചന തീരില്ല. നമ്മളുടെ CDS ബിപിൻ റാവത്ത്, അദ്ദേഹം ഇതുപോലെ ഹെലികോപ്റ്റർ ക്രാഷിലാണ് മരിച്ചത്. അന്ന് എല്ലാവരും ഗൂഢാലോചനയെന്ന് തന്നെ തീരുമാനിച്ചു. ഞാനും മലയാളിയാണ്. ഒരു 75% ഞാനും ഗൂഢാലോചന. അപ്പോൾ അതിൻ്റെ അന്വേഷണമൊക്കെ നടക്കുന്നതിനിടയ്ക്ക് ഒരു റിട്ടയർഡ് എയർഫോഴ്സ് മാൻ, വിങ് കമാൻഡർ, ഐ ഡോണ്ട് ഡിസ്ക്ലോസ് ഹിസ് നെയിം, ഇറ്റ്സ് നോട്ട് ഫെയർ, അത് അദ്ദേഹം എന്നെ വിളിച്ചു. അപ്പം ഞാനൊന്നും മിണ്ടിയിട്ടൊന്നുമില്ല, നോ വീഡിയോ, നത്തിങ്. ബട്ട് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, ഇൻ വിച്ച് ഈ ചെറിയ ഗൂഢാലോചനയുടെ സംശയം ഞാനും അതിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ത്രൂ സം സ്മൈലി ഓർ എക്സ്ക്ലമേഷൻ മാർക്കൊക്കെ ക്ലിയറാണ്. അത് ചോദിച്ചാലും ഞാനൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ ക്ലിയർലി ഐ ആം ഇൻഡിക്കേറ്റിംഗ് ടുവേഴ്സ് എ സബോട്ടാഷ്. ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോഹൻദാസിനെ കുറേ കാലമായിട്ട് ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്, യു ഓൾവേസ് സ്പീക്ക് ട്രൂത്ത്. I didn't speak to you, but this is a time I think I must speak to you. ഇതിനകത്ത് ഒരു ഗൂഢാലോചനയുമില്ല, ഇറ്റ്സ് എ പ്യുവർ ആക്സിഡൻറ്റ്. I am telling you as a retired wing commander, I am telling you there is nothing in this. I love and respect Bipin Rawat very much. He was one of the finest soldiers ever seen by our country. But that doesn't mean that we must fall prey to ഗൂഢാലോചനയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകരുത്. അറ്റ്ലീസ്റ്റ് മോഹൻദാസ് പോകരുത്.
എന്ന് പറഞ്ഞിട്ട് സംഭവിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് എന്നോട് പറഞ്ഞു. ഇപ്പം ഞാനത് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ലളിതമായിട്ട്, ഞാൻ പട്ടാളക്കാരനല്ല, ഹെലികോപ്റ്ററിൽ ഞാനിന്ന് ഇത് മുകളിൽ കണ്ടിട്ടുണ്ടെന്നുള്ളത് ഞാൻ ആ കുന്തത്തിൽ കയറിയിട്ടില്ല ഇതുവരെ. അപ്പോൾ എന്നോട് ലളിതമായിട്ട് പറയാമെന്നതൊക്കെ പറഞ്ഞു. ഈ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അല്ലേ, ഈ ആക്സിഡന്റ് നടന്നപ്പോഴും എനിക്ക് പെട്ടെന്ന് ഈ ബിപിൻ റാവത്തിൻ്റെ അന്നത്തെ ബഹളം ഓർമ്മ വന്നു. ഇതൊരു ഗൂഢാലോചനയാണ് എന്നിരിക്കട്ടെ, ആർക്കാണ് ഇറാൻ പ്രസിഡന്റിനെ കൊന്നിട്ട് ഒരു ബെനിഫിറ്റ് ഉള്ളത്? ഫോർ എവറി മർഡർ ദർ ഹാസ് ടു ബി എ ബെനിഫിഷ്യറി ഓർ സമ്മൺ അവെഞ്ചിങ് ദർ ആങ്കർ. ദേഷ്യം തീർക്കാൻ, അല്ലെങ്കിൽ പ്രതികാരം തീർക്കാൻ, അല്ലെങ്കിൽ ദുരിതം ഒഴിവാക്കാൻ നടുക്ക് നിൽക്കുന്ന ഈ പണ്ടാറക്കാലിനെ കൊന്നുകളയാൻ, ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ കൊല്ലുന്നത്. അതല്ലാതെ ജസ്റ്റ് ഫോർ ഫൺ സേക്ക് കൊല്ലുന്നവർ ഇയാളുടെ ഗ്രൂപ്പിൽപ്പെട്ടവരാണ്, ഇബ്രാഹിം റൈസിയുടെ ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. ദേ എൻജോയ് കില്ലിങ് വേൾഡ് വൈഡ്. അതിനകത്ത് ഒരു പ്രമുഖനാണ് ഈ മാന്യൻ. ഇപ്പോൾ മരിച്ച ആളിനെ പറ്റി മോശം പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു തർക്കമാണ്. ഈ ഇറാൻ പ്രസിഡന്റ് ഞാനും ലക്ഷ്മിയും തമ്മിൽ കണ്ടിട്ടുമില്ല, നമുക്ക് പ്രത്യേകിച്ച് ബാധ്യതയൊന്നും ഇല്ലാത്തതുകൊണ്ട് പറയാം, ഇദ്ദേഹം അത്ര മാന്യനൊന്നും ആയിരുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇദ്ദേഹത്തിൻ്റെ തന്നെ നാട്ടുകാർ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ മരണം. ഹി വാസ് എ ക്രൂവൽ ഓട്ടോക്രാറ്റ്. ബട്ട് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഈസ് എ ഫ്രണ്ട്ലി കൺട്രി. അതാണ് നമ്മൾ ചബഹാർ തുറമുഖത്ത് കരാറുണ്ടാക്കി, അതുണ്ടാക്കി. ഇപ്പോൾ ലോക ഇസ്ലാമിൻ്റെ സ്വഭാവം മാറ്റം നമ്മൾ വിചാരിച്ചാൽ പറ്റുമോ? നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഭാരതത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി. സോ വി ആർ ഇൻ ഗുഡ് റിലേഷൻ വിത്ത് ഇറാൻ. അതുകൊണ്ട് ഇറാൻ ചെയ്യുന്നതിനെ മുഴുവൻ നമ്മൾ അനുകൂലിക്കുന്നു. ഏതോ പെൺകുട്ടിയുടെ ഹിജാബിൻ്റെ ഇടയിൽ നിന്ന് 2 മുടിയിഴ പുറത്തു വന്നതിനാണ് അവളെ കൊന്നു കളഞ്ഞിട്ട്, അങ്ങനെയാണ് അവിടെ വലിയ ബഹളം നടന്നത്. ആ ബഹളത്തിനെ എന്ത് ചെയ്തു? ഇറ്റ് വാസ് ക്രഷ്ഡ് ക്രൂവലി. എത്ര പേരെ കൊന്നു, കണക്കില്ലാത്ത സ്ത്രീകളെ കൊല്ലുകയും പുരുഷന്മാരെയൊക്കെ ചെയ്യും. വളരെ ബാർബാരിക്കായിട്ടുള്ള ശിക്ഷയും, ആൾക്കാരെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴെയിട്ട് കൊല്ലുക, ഇതെല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പരമദുഷ്ടനായിരുന്നു ഈ മനുഷ്യൻ. ബട്ട് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം, ഇൻഫാക്ട് നരേന്ദ്രമോദി ഇത് കാണുന്നത് ഇങ്ങനെയാണ്: നമുക്ക് ശല്യമില്ലാതെ നമ്മളുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ, പാകിസ്ഥാനെ നിലയ്ക്ക് നിർത്താൻ, അഫ്ഗാനിസ്ഥാനെ നിലയ്ക്ക് നിർത്താൻ, ഇറാൻ അവരുടെ പെണ്ണുങ്ങളെ കൊല്ലുകയോ അവർ തലമുടി മറയ്ക്കുക എന്തെങ്കിലും ചെയ്തോട്ടെ, ഇറ്റ് ഈസ് ബിയോണ്ട് അവർ കൺട്രോൾ. അവർ കൺട്രി ഷുഡ് ഹാവ് ബിഹേവ് ലോങ് ബാക്ക് ലൈക്ക് ദിസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് വൺ ഓഫ് ദ വേൾഡ് നമ്പർ 1 ആയിട്ട് നിന്നേനെ. ഇതാരും ചെയ്തില്ല. ആഫ്റ്റർ ഓൾ, ഫ്രം 2014 onwards there is a sea change in our foreign policy. Before that we never had a policy. We had only ad hoc policy. അവർ തൽക്കാലം എന്തെങ്കിലുമൊക്കെ ഗ്യാപ്പ് വെച്ച് അടക്കി അത് ചോരുന്നു, അവിടെ പപ്പടം വെച്ച് പൊട്ടിച്ചു, ആ കൂടുതലെല്ലാം കൂടെ പൊട്ടി ഒലിച്ച്, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് നമ്മൾ. ഒരു ഫിക്സ്ഡ് നോൺ അലൈൻമെന്റ് എന്നുള്ളൊരു സ്റ്റാൻഡേർഡ് ആയിരുന്നു അത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു നോൺ അലൈൻമെന്റ്, ബട്ട് യു അലൈൻ വിത്ത് എവരിബഡി. ആര് വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളൊരു സ്ഥിതിയിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നു. അതിനുശേഷം ഈ മാറ്റം വന്നു. നമ്മൾ മനസ്സിലാക്കി ലോകത്ത് പെർമനൻ്റായിട്ട് ശത്രുക്കളുമില്ല, മിത്രങ്ങളുമില്ല, പെർമനൻ്റ് താല്പര്യങ്ങളേ ഉള്ളൂ എല്ലാ രാജ്യങ്ങൾക്കും. ഇപ്പം നമ്മൾ നമ്മുടെ താല്പര്യം നോക്കുക. ഇറാൻ പ്രസിഡന്റ് ക്രൂരനായിരിക്കാം, എന്തുമായിരിക്കാം, അത് ഇറാൻകാർ നോക്കിക്കൊള്ളാം. നമ്മൾ ഇറാൻ എന്ന കൺട്രിയുമായിട്ട് നമ്മളുടെ ബിസിനസ് റിലേഷൻസ്, ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ദിസ് വാസ് അവർ പോളിസി. ഇപ്പോൾ ഇസ്രായേൽ പ്രൈം സസ്പെക്റ്റ്, ഇതിൽ പ്രധാനമായിട്ട് സംശയിക്കപ്പെടുന്നത് ഇസ്രായേലിനെയാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ ഞാനല്ല കേട്ടോ എന്ന് ആദ്യമേ തന്നെ പറഞ്ഞത്. ഇസ്രായേലിന് ഈ മനുഷ്യനെ കൊന്നിട്ട് എന്ത് കിട്ടാനാണ്? ഒന്നുമില്ല, ഒരു പ്രയോജനമില്ല. ഈസ് ഇറ്റ് എ മോറൽ ബ്ലോ ടു ഇറാൻ? അല്ല. ഈ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആയത്തുള്ള ഖൊമൈനി, ആയത്തുള്ള ഖൽഖലി, ആ ആയത്തുള്ള സീരീസിലുള്ള ആൾക്കാരുടെ ആ സ്റ്റേജിലൊന്നും ഇബ്രാഹിം റൈസിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊരു സൈക്കോളജിക്കൽ ഷോക്ക് ഇറാന് കൊടുക്കാം എന്ന് ഇസ്രായേൽ തീരുമാനിക്കില്ല. നമ്പർ 2, അങ്ങനെ ഒരു ഷോക്ക് കൊടുക്കാനും മാത്രമുള്ള ശത്രുത ഇസ്രായേലും ഇറാനും തമ്മിലില്ല. ഇസ്രായേലും ഇറാനും ബോർഡർ പങ്കിടുന്നില്ല, അതിർത്തി പങ്കിടുന്നില്ല.
അവിടെയാണല്ലോ ഏറ്റവും ഫ്ലെയർസ് ഉണ്ടാകുന്നത്. നമ്മളും പാകിസ്ഥാനും തമ്മിലുള്ള വഴക്കിൻ്റെ മൂലകാരണം അതിർത്തിയാണ്. നമ്മളും പാകിസ്ഥാനും തമ്മിലുള്ള ഡിസ്പ്യൂട്ടിൻ്റെ മൂലകാരണം അതിർത്തിയാണ്. ബംഗ്ലാദേശുമായിട്ട് ഇതുവരെ നമ്മൾ ഫുൾ സെറ്റിൽ ചെയ്തിട്ടില്ല അതിർത്തി. സോ നിങ്ങൾക്കൊരു അതിർത്തി ഉണ്ടെങ്കിൽ അവിടെ വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ഇസ്രായേലും ഇറാനും അതിർത്തി പങ്കിടുന്നില്ല. അവർ ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് എവേ ഇസ്രായേലും ഇറാനും. പിന്നെ എന്തിനാണ് ഇസ്രായേൽ ഇദ്ദേഹത്തെ കൊല്ലുന്നത്? ഒരു കാര്യമില്ല. ഇസ്രായേലിന് ഈ അസാസിനേഷൻ്റെ ചരിത്രമില്ല. ഇസ്രായേലിന് they have not assassinated any political head. They killed several people. ടെററിസ്റ്റുകളെ കൊന്നിട്ടുണ്ട്, അല്ലാത്തവരെ കൊന്നിട്ടുണ്ട്, സിവിലിയൻസിനെ കൊന്നിട്ടുണ്ട്, വെറുതെ ജീപ്പ് കയറ്റി കൊന്നിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. അസാസിനേഷൻ ഇസ് സംതിങ് എൽസ്. ഇഫ് യു കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇറ്റ്സ് ആൻ അസാസിനേഷൻ. യു കിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇറ്റ്സ് ആൻ അസാസിനേഷൻ ഫോർ പൊളിറ്റിക്കൽ പർപ്പസ്. ഇറ്റ് വിൽ ബി എ മോറൽ ബ്ലോ ടു ദാറ്റ് നേഷൻ. അങ്ങനെ വരുമ്പോഴാണ് അസാസിനേഷൻ വരുന്നത്. അതല്ലാതെ വെറുതെ ഒരു രാജ്യവുമായിട്ട് ശത്രുതയുണ്ടാകും എന്ന് വിചാരിച്ചിട്ട് ഇപ്പം നമ്മൾ പാകിസ്ഥാനിൽ ഇമ്രാൻഖാനെ നമ്മൾ ഇവിടെ നിന്ന് ആളെ വിട്ട് ഒരു ആക്സിഡൻ്റ് ഉണ്ടാക്കിച്ചിട്ട് കൊല്ലുന്നു എന്ന് വയ്ക്കുക. എന്ത് പ്രയോജനമാണ് നമുക്ക് കിട്ടാനുള്ളത്? ഇറ്റ്സ് ആൻ അസാസിനേഷൻ. എന്ത് പ്രയോജനം നമുക്ക് കിട്ടും? വിൽ ഇറ്റ് ബി എ മോറൽ ബ്ലോ ടു പാകിസ്ഥാൻ? നോ. അയാൾ അൺഡിസ്പ്യൂട്ടബിളി അക്സെപ്റ്റൻസ് ഉള്ള ഒരു ലീഡർ അല്ല ഇമ്രാൻഖാൻ. ഇതുപോലെ ഒരുപാട് പേരുടെ എതിർപ്പ് നേടിക്കൊണ്ട് ഏകാധിപതിയായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഇബ്രാഹിം റൈസി. അയാളുടെ നാട്ടുകാർ തന്നെ ചിലപ്പോൾ തല്ലിക്കൊന്നേനെ ഏതെങ്കിലും ദിവസം. ദർ കുഡ് ബി എ മിലിറ്ററി കൂ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഇസ്രായേലിന് കൊന്നിട്ട് ഒരു പ്രയോജനം, ചീത്തപ്പേരാകും എന്നുള്ളതല്ലാതെ ഒരു പ്രയോജനമില്ല. അഡീഷണൽ തലവേദന അവരുണ്ടാക്കി വയ്ക്കില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി. കാരണം ഈ പറഞ്ഞ ഇബ്രാഹിം റൈസി, ഈ ചേട്ടൻ ഒരു 4 മിലിറ്ററി ഉദ്യോഗസ്ഥരെ ഡമാസ്കസിലിരുത്തിയിട്ട് വേണ്ടാത്ത കുത്തിത്തിരിപ്പുണ്ടാക്കി. ഹിസ്ബുള്ളയെ ഇറക്കി വിടുക, ഹൂത്തിയെ ഇളക്കി വിടുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇസ്രായേൽ അത് ബോംബിട്ട് അത് തകർത്തു. ഒരു തൊഴുത്ത് പോലത്തെ കെട്ടിടം നിയർ ടു ഇറാനിയൻ എംബസി ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് എഴുതി വയ്ക്കും. എംബസി ഒന്നും ആക്രമിച്ചിട്ടില്ല. എംബസിയോട് ചേർന്ന വേറൊരു കെട്ടിടത്തിലാണ് ഇവരിരുന്നത്. അത് പിൻ പോയിന്റ് ചെയ്ത് ഇസ്രായേൽ അത് തകർത്തു. ഇറാൻ ഒന്ന് തിരിച്ചടിക്കാൻ നോക്കി. ശൂന്യാകാശത്തിൽ വെച്ച് തന്നെ ഇസ്രായേൽ തിരിച്ചടിച്ചു. കഴിഞ്ഞു. രണ്ടുപേരും പറഞ്ഞു ഇനി ഞാൻ അടിക്കുന്നില്ല, ദർ വിൽ ബി നോ ഫയർ ഓർ കൗണ്ടർ ഫയർ, ഫിനിഷ്. അങ്ങനെ ഈ രണ്ടുപേരും നിൽക്കുകയാണ്. ഇറാനും ഈ ഒരു സംശയമുണ്ട്, ഞാൻ എന്തിനാണ് ഇസ്രായേലുമായിട്ട് അടികൂടുന്നത്? അവൻ ജൂതനായതുകൊണ്ട്, വേറെ ഒരു റീസണുമില്ല. അതിർത്തിയില്ല, റിസോഴ്സസ് തർക്കമില്ല, വേറെ ഒന്നുമില്ല. ഇസ്ലാമിന് ജൂതനോടുള്ളൊരു ദേഷ്യം. ആ ദേഷ്യത്തിൻ്റെ പുറത്ത് ഇത്രയും കിലോമീറ്റർ ആകാശത്തൂടെ പോയിട്ട് ഞാൻ ഇസ്രായേലിനെ ആക്രമിക്കുക. അതിൻ്റെ ഗുണം ആർക്ക് കിട്ടും? സുന്നികൾക്ക് കിട്ടും. ഷിയയ്ക്കൊന്നും കിട്ടുകയുമില്ല. ഇറാൻ ഷിയയാണല്ലോ. അപ്പം ഒരു പ്രയോജനമില്ലാതെ ഞാൻ കയ്യിൽ കാശ് മുടക്കി പട്ടാളക്കാരെയൊക്കെ ഇറക്കി ഇസ്രായേലിനെ ആക്രമിച്ചിട്ട് അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്ന ഈ പാലസ്തീൻ എന്ന് പറയുന്ന സുന്നികൾക്ക്, ഈജിപ്തിലെ സുന്നി, ലെബനിലെ സുന്നി, യോർഡാനിലെ സുന്നി, സിറിയയിലെ സുന്നി. വൈ ഷുഡ് ഐ ഡു ഓൾ ദീസ് തിങ്സ്? ഇത് വിചാരിച്ചിട്ടാണ് ഈ മാന്യൻ പറഞ്ഞത്, ഇനി ഞാൻ ഇസ്രായേലിനെ അടിക്കുന്നില്ല. ഞങ്ങളുടെ ആളെ കൊന്നതിന് ഞാനൊരു എലിവാണ് അങ്ങോട്ട് വിട്ടു. അതേ ഒന്നും പോയില്ല. ശൂന്യാകാശത്ത് വെച്ച് തന്നെ അത് ഇസ്രായേലാണോ അമേരിക്കയാണോ ചെയ്തതെന്ന് പോലും ആർക്കും അറിയില്ല. അതിൻ്റെ ഒരു വിഷ്വലൊക്കെ ഉണ്ടായിരുന്നു. ഹൗ ദേ മാനേജ്ഡ് ഇറ്റ്. സാമാന്യം ബ്യൂട്ടിഫുള്ളാണ് ടെക്നോളജി വാട്ട് ദേ യൂസ്. ഒരു ചെറിയ പോയിന്റ് ഇങ്ങനെ അത് വെറുന്ന് വികസിച്ച് ബബിള് പോലെ ആയിട്ട് അങ്ങനെയൊക്കെയുള്ള ഏർപ്പാട്. എനിവേ, ഹൈ ടെക്നോളജി വാർഫെയർ. അപ്പോൾ ഇങ്ങനെയുള്ളത് കൊണ്ട് ഒരു ഇസ്രായേൽ ഇത് ചെയ്ത് കാണാൻ ഒരു ലോജിക്കും ഞാൻ കാണുന്നില്ല. പിന്നെ താല്പര്യം ഉണ്ടാവേണ്ടത് പാകിസ്ഥാനാണ്. അവർ തമ്മിൽ നിരന്തരം സംഘർഷമുണ്ട്. ബട്ട് പാകിസ്ഥാൻ ഇത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. യു റിമെമ്പർ, ഓർക്കണില്ലേ, കഴിഞ്ഞ വർഷം അവരൊരു മിസൈല് ഇന്ത്യയിലേക്ക് വിടാൻ തീരുമാനിച്ചു. അത് ആകാശത്ത് വീട്ട് തിരിച്ച് അവിടെ തന്നെ വീണ് അവരുടെ കുറേ ആൾ മരിച്ചു. ഇതാണ് പാകിസ്ഥാൻ്റെ കേപ്പബിലിറ്റി. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു പാകിസ്ഥാനെ ഈ പറഞ്ഞ ന്യൂക്ലിയർ ആയതുകൊണ്ട് തേങ്ങയുണ്ട് അവൻ്റെ കയ്യിൽ. വെറുതെ വാചകടിക്കാൻ അവൻ്റെ കയ്യിലൊന്നുമില്ല. അവൻ അതിൻ്റെ കേപ്പബിലിറ്റി ആയിട്ടില്ല. ഹീ കനോട്ട് മാനേജ്. അപ്പോൾ ഈ
ഇൻ്റർനെറ്റിൽ ഒരു തമാശ ഇറങ്ങിയിരുന്നു. ഇന്ത്യയിലേക്ക് മിസൈൽ വിടാനായിട്ട് ആണവായുധം വെച്ച മിസൈൽ റെഡിയാക്കി വെച്ചിട്ട് ഈ സാധനം ഇഗ്നൈറ്റ് ചെയ്ത് പൊങ്ങുന്നില്ല. അപ്പോൾ പാകിസ്ഥാനിലെ ഒരു സർദാർജി വന്നിട്ട് നമ്മളെ പഴയ ബജാജ് സ്കൂട്ടർ ഇങ്ങനെ ചെരിക്കുമല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ മിസൈൽ ഒന്ന് ചെരിച്ചിട്ട് പിന്നെ നേരെയാക്കി ഇനി വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ പോയിട്ട് നേരെ തിരിച്ചു വന്നു. ഈ തമാശ ഒരു 10 വർഷം ഇറങ്ങിയിട്ട് ഇത് കഴിഞ്ഞ വർഷം അവിടെ അരങ്ങേറുകയും ചെയ്തു. ഇവരയച്ച മിസൈൽ അവിടെ തന്നെ പാകിസ്ഥാനിൽ തന്നെ വീണു. എന്തോ 2 കിലോമീറ്ററോ മറ്റോ പോയി അവിടെ വീണു. ഇതാണ് അവൻ്റെ കപ്പാസിറ്റി. അത് വെച്ചിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഹെലികോപ്റ്ററിൽ അസർബൈജാൻ്റെ ഇതിൽ ബോർഡറിലാണല്ലോ ഇത് സംഭവിക്കുന്ന മലനിരകളിൽ, ഇറാൻ അസർബൈജാൻ ബോർഡറിൽ. അത്ര ഒരു പ്രിസിഷൻ ജോബൊന്നും പാകിസ്ഥാൻ എന്ന് പറയുന്ന പൊട്ടന്മാരെ കൊണ്ട് നടക്കില്ല. സോ ഐ ഡോണ്ട് തിങ്ക് ഇതിലൊരു സാബോട്ടേജ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. only thing is that ഒരു സ്വയംകൃതാനർത്ഥം ഇതിനകത്തുണ്ട്. ഈ ഹെലികോപ്റ്റർ ഒരു 40-50 വർഷം പഴക്കമുണ്ടായിരുന്നു എന്നാണ് AI ചോദിച്ചപ്പോൾ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് നമുക്കിപ്പോൾ ചോദിക്കാമല്ല. ജനറലി ഐ ഡോണ്ട് ഡിപ്പെൻഡ് ഗൂഗിൾ നൗ, ഐ ഡയറക്ട്ലി ആസ്ക് AI വാട്ട് ഹാപ്പൻഡ്. അപ്പോൾ AI എനിക്ക് തന്ന ആൻസർ, ദ ഹെലികോപ്റ്റർ വാസ് മിനിമം 40 to 50 years ഓൾഡ്. 15 വർഷം കഴിഞ്ഞാൽ ലക്ഷ്മിയുടെ കാറ് പിടിച്ചു വയ്ക്കും ഇവിടെ, അല്ലേ? കാറ് ഹെലികോപ്റ്ററൊന്നും അല്ല. 15 വർഷം അത് കണ്ടം ചെയ്യാൻ പറയും, നമ്മുടെ നിയമം അങ്ങനെയാണ്. ഇത് 50 വർഷം പഴക്കമുള്ള ഹെലികോപ്റ്റർ. ഞാൻ ഫർദർ എൻക്വയറി കേട്ടോ. അപ്പോൾ ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയ ഉത്തരം, ഈ ഹെലികോപ്റ്റർ തകർന്നു വീണ സ്ഥലത്തെ പാർട്സ് അനലൈസ് ചെയ്തിട്ടാണ് 40 to 50 years പഴക്കം പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഹെലികോപ്റ്റർ ആസ് സച്ച് 22 വർഷത്തെ പഴക്കമാണ് പറയുന്നത്. ഈവൻ 22 years ഈസ് മോർ ദാൻ വാട്ട് ഇന്ത്യ സ്പെസിഫൈസ് ഫോർ സർഫസ് ട്രാൻസ്പോർട്ട്. നമ്മുടെ ഒരു ട്രക്കോ ബസ്സോ കാറോ 15 കൊല്ലം കഴിഞ്ഞാൽ നിരത്തിലിറക്കാൻ സമ്മതിക്കില്ല. 22 വർഷം പഴക്കമുള്ളതും വെച്ചിട്ടാണ് ഈ അപ്പൂപ്പൻ, 65 വയസ്സുള്ള അപ്പൂപ്പൻ പോകുന്നത്. ഇതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പൂപ്പന് സാങ്ഷൻസ് ഉണ്ട്, മിലിറ്ററി ആൻഡ് എക്കണോമിക് സാങ്ഷൻസ് ഉണ്ട് അമേരിക്കയുടെ. ഇതിൻ്റെ പാർട്സ് വാങ്ങാനോ പിടിക്കാനോ ഒന്നും തരാൻ ആളില്ല. ഇതുണ്ടാക്കിയെടുക്കാനുള്ള സാമർഥ്യവും ഇല്ല. ഈ തക്ബീർ വിളിച്ചാലൊന്നും ഹെലികോപ്റ്റർ ഉണ്ടാവില്ല. അത് പാകിസ്ഥാനാണെങ്കിലും ഇറാനാണെങ്കിലും ഇറാഖാണെങ്കിലും. ഇവരുടെ ഈ കലാപരിപാടി നിർത്തിവെച്ചിട്ട് സിവിലൈസ്ഡ് കൺട്രീസായിട്ട് ഇവർ ബിഹേവ് ചെയ്യുന്നവരെ ഇവരുടെ നാട്ടിൽ ഈ അക്രമം, കലാപം, സംഗതി ഒന്നും ഉണ്ടാകും. ബട്ട് ഈ ഞാൻ പറയുന്നത് ഈ കാര്യത്തിൽ ഒരു സപ്പോർട്ടേജ് ഞാൻ സംശയിക്കുന്നില്ല. അവൈലബിൾ ഇൻഫർമേഷൻ വെച്ചിട്ട് നാളെ ചിലപ്പോൾ ആരെങ്കിലും പറയുകയാണ് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും എണീറ്റ് വരാം. ഹമാസിന് വേണമെങ്കിൽ പറയാം, ഹൂത്തിക്ക് നിരുത്തരവാദപരമായിട്ട് പെരുമാറുന്ന എത്ര എണ്ണമുണ്ട്. ISIS ഉണ്ട്, ബോക്കോ ഹറാമുണ്ട്. എന്തിനും നമ്മുടെ പ്രോഡക്ട്സ് ഉണ്ടല്ലോ, ലഷ്കർ എ തയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഇന്ത്യൻ മുജാഹിദീൻ, ഓഫ് എവരി വൺ, പോപ്പുലർ ഫ്രണ്ട്. ഇതൊന്നുമില്ലെങ്കിൽ ഹൈദരാബാദിലെ OIC അങ്ങേര് ഞാനാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഏറ്റെടുത്ത് പരസ്യം കിട്ടാനൊക്കെ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. അങ്ങനെ വന്നാൽ അപ്പം നോക്കാം എന്നുള്ളതല്ലാതെ ഇപ്പോൾ അവൈലബിൾ ഡാറ്റ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വാസ് പ്യൂർലി ആൻ ആക്സിഡൻറ്റ് വിച്ച് ദേ കുഡ് ഹാവ് അവോയ്ഡഡ് പ്രോബബ്ലി. അങ്ങനത്തെ ഒരു കാലാവസ്ഥ അവർ പ്രതീക്ഷിച്ച് കാണുന്നില്ല. ഈ ഒരുപാട് ആക്സിഡൻറ്റ് കഴിയുമ്പോൾ ഇഫ്സ് ആൻഡ് ബട്ട്സ് ഉണ്ടല്ലോ. ഇതിലേ കൂടെ പോകാമായിരുന്നു, എന്തിനാണ് ഇതിലേ പോയെന്ന് വെച്ചാൽ അതിലേ പോകാൻ തോന്നി, അതിൽ പോയി, അതാണ് ആക്സിഡൻറ്റ്.